സിറിയയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. 250-ലേറെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. സിറിയൻ തലസ്ഥാനം ദമാസ്കസ് ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലാണ് വ്യോമാക്രമണം. വിവരങ്ങളുമായി കാവ്യ രാജേഷ് ചേരുന്നു. കാവ്യ, എന്താണിപ്പോൾ സിറിയയിലെ സ്ഥിതി? ലിബീഷ്, കഴിഞ്ഞ ദിവസമാണ് ബാഷർ അസദിന്റെ കയ്യിൽ നിന്ന് അബു മുഹമ്മദ് അൽ ജലാനിയുടെ നേതൃത്വത്തിലുള്ള സംഘം സിറിയ പിടിച്ചെടുത്തത്. തുടർന്ന് ഇന്നലെയും ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തി വരികയാണ്. സിറിയൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. 250-ലേറെ സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തി വരുന്നത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായുള്ള കണക്കുകൾ വരെ പുറത്തു വരുന്നുണ്ട്. പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗവേഷണ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, വിമാനത്താവളങ്ങൾ, എയർക്രാഫ്റ്റ് സ്ഥാപനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. വ്യോമ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ വരെ ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. മുൻ സിറിയൻ നാവിക കപ്പലുകൾക്കും വെയർ ഹൗസുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം സിറിയയിൽ രാഷ്ട്രീയ പരിഹാരത്തിന് UN-ഉം അറബ് രാജ്യങ്ങളും ലോകരാജ്യങ്ങളും ഒന്നടങ്കം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ചൈനയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങളും രാജ്യത്തെ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ രാജ്യം വിട്ട അസദ് റഷ്യയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിറിയയിലേക്ക് മടങ്ങാൻ ആയിരങ്ങളാണ് തുർക്കി അതിർത്തിയിലുള്ളത്. ലിബീഷ്, സിറിയയിലെ സ്ഥിതിഗതികളുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കാവ്യ.